യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാ പ്രിയ ഹൈന്ദവ സഹോദരങ്ങൾക്കും നമസ്കാരം. കേരളത്തിലെ പുരാതനമായ ദേവീ ഉപാസനാ രീതികളെയും ക്ഷേത്രാനുഷ്ഠാനങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിഗംഭീരമായ ഒരു അനുഷ്ഠാന കലയെക്കുറിച്ചാണ്. ഭദ്രകാളി തീയാട്ട്. ഇത് കേവലം ഒരു കലാരൂപമല്ല, മറിച്ച് തിന്മയുടെ മേൽ ധർമ്മം നേടുന്ന വിജയത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ഈ ദൃശ്യം നോക്കൂ. തീജ്വാലകൾക്ക് നടുവിൽ ഭക്തിയും ഭയവും ഒരുപോലെ നിറയുന്നൊരു അന്തരീക്ഷം. എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇത്രയും തീവ്രമായൊരു ആരാധനാ രീതി രൂപപ്പെടുത്തിയത്? കാരണം അവർക്ക് നേരിടേണ്ടി വന്നത് സാധാരണ പ്രശ്നങ്ങളായിരുന്നില്ല, മാരകമായ രോഗങ്ങളും സാമൂഹികമായ തിന്മകളും. അതിനെയെല്ലാം ജയിക്കാൻ ഒരു ദൈവീക ശക്തിയുടെ സഹായം വേണമെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ അഗ്നിയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ തീയാട്ടിനെ നമുക്ക് സംരക്ഷണത്തിന്റെ അഗ്നിനൃത്തം എന്ന് വിളിക്കാം. ഇത് വെറുമൊരു പ്രകടനമല്ല, മറിച്ചൊരു നാടിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു രക്ഷാകവചമാണ്, ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ തീയാട്ട്? ഇത് കേരളത്തിന്റെ തനതായ ഒരു അനുഷ്ഠാന കലയാണ്. നൃത്തം, നാടകം, പാട്ട്, വാദ്യം, ചിത്രരചന, പിന്നെ എല്ലാത്തിനും ഉപരിയായി ഉഗ്രമായ ഭക്തി. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു തീയാട്ട് പൂർണ്ണമാവുന്നത്. പ്രധാനമായും ഭദ്രകാളി ദേവിയെയും ചിലയിടങ്ങളിൽ അയ്യപ്പനെയും പ്രീതിപ്പെടുത്താനാണ് ഇത് നടത്തുന്നത്. ഈ പവിത്രമായ അനുഷ്ഠാനം കാലങ്ങളായി നിലനിർത്തിപ്പോരുന്നത് തീയാട്ടുണ്ണികൾ എന്നറിയപ്പെടുന്ന പാരമ്പര്യ കലാകാരന്മാരാണ്. അവർക്കിതൊരു ജോലിയല്ല, മറിച്ച് തലമുറകളായി കൈമാറി വന്ന ഒരു പുണ്യകർമ്മമാണ്, ഒരു നിയോഗമാണ്. അവരുടെ ജീവിതം മുഴുവൻ ഈ കലയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണ്. ഇനി നമുക്ക് ഈ അനുഷ്ഠാനത്തിന് പിന്നിലെ കഥയിലേക്ക് വരാം. എന്തിനാണ് ഭദ്രകാളിയെ ഇത്ര ഉഗ്രരൂപത്തിൽ ആരാധിക്കുന്നത്? ആരായിരുന്നു ആ ദേവിക്കെതിരായി നിന്ന അസുരൻ? ആ കഥയറിഞ്ഞാൽ മാത്രമേ തീയാട്ടിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവൂ. തീയാട്ടിന്റെ ഉത്ഭവത്തിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ദാരികൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ ശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഉഗ്രരൂപിയായി ഭദ്രകാളി അവതരിച്ചു എന്നതാണ്. ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ കേരള നാടിന്റെ രക്ഷയ്ക്കായി ഈ കലയെ ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ ഇതിനൊരു ചരിത്രപരമായ കാരണവുമുണ്ട്. പണ്ടുകാലത്ത് നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയ വസൂരി പോലുള്ള മഹാരോഗങ്ങളെ ശമിപ്പിക്കാൻ ദേവിയുടെ സഹായം തേടിയാണ് ഈ അനുഷ്ഠാനം പ്രചാരത്തിലായത്. ഇനി തീയാട്ടിന്റെ പ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കാം. ദേവിയെ ആവാഹിക്കുന്നതിനു മുൻപ് അതിനുള്ള വേദി ഒരുക്കണം. ആ ഒരുക്കങ്ങൾ തന്നെ ഒരു വലിയ കലയാണ്, ഒരു വലിയ ധ്യാനമാണ്. അതിൽ ഏറ്റവും പ്രധാനം കളമെഴുത്താണ്. ശുദ്ധിവരുത്തിയ തുറയിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വർണ്ണപ്പൊടികൾ കൊണ്ട് ഭദ്രകാളി ദേവിയുടെ അതിമനോഹരവും സങ്കീർണവുമായ രൂപം വരയ്ക്കുന്നു. ഇത് വെറുമൊരു ചിത്രം വരെയല്ല, മന്ത്രങ്ങൾ ഉരുവിട്ട് ധ്യാനത്തോടെ ചെയ്യുന്ന ഈ കർമ്മത്തിലൂടെ ദേവിയെ ആ രൂപത്തിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി 5 നിറങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പഞ്ചവർണ്ണങ്ങൾ: വെള്ള നിറത്തിന് അരിപ്പൊടി, കറുപ്പിന് ഉമിക്കരി, മഞ്ഞയ്ക്ക് മഞ്ഞൾപ്പൊടി, ചുവപ്പിന് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തത്, പച്ചയ്ക്ക് വാകയില പോലുള്ള ഇലകൾ ഉണക്കിപ്പൊടിച്ചത്. എല്ലാം തികച്ചും പ്രകൃതിദത്തം, യാതൊരു കൃത്രിമത്വവും ഇതിലില്ല. ഈ 5 നിറങ്ങൾ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പോൾ ഈ കളമെഴുതിലൂടെ ഒരു ചെറിയ പ്രപഞ്ച സൃഷ്ടി തന്നെയാണ് അവിടെ നടക്കുന്നത്. ദേവിയുടെ കിരീടം, തൃക്കണ്ണ്, ആയുധങ്ങൾ, ആഭരണങ്ങൾ എല്ലാം വളരെ ശ്രദ്ധയോടെ വരച്ചു ചേർക്കുമ്പോൾ ആ രൂപത്തിന് പതിയെ ജീവൻ വെക്കുന്നതായി നമുക്ക് തോന്നും. അങ്ങനെ കളം പൂർത്തിയായി, ദീപങ്ങൾ തെളിഞ്ഞു, ചെണ്ടയും ഇലത്താളവും മുഴങ്ങാൻ തുടങ്ങി. ഇനി സാക്ഷാൽ ദേവി ആ കളത്തിലേക്ക് അവതരിക്കുന്ന നിമിഷമാണ്. തീയാട്ടിന്റെ ഹൃദയഭാഗമായ ആട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു അവിശ്വസനീയമായ രൂപമാറ്റമാണ്. തീയാട്ട് കലാകാരൻ മണിക്കൂറുകളെടുത്ത് മുഖത്തെഴുത്തും ചമയങ്ങളും പൂർത്തിയാക്കി ഭീമാകാരമായ മുടിയെന്ന കിരീടവും തലയിലേന്തി എഴുന്നള്ളുമ്പോൾ അദ്ദേഹം ഒരു നടനല്ല, മറിച്ച് ആ നിമിഷം മുതൽ സാക്ഷാൽ ഭദ്രകാളിയുടെ ചൈതന്യം കുടികൊള്ളുന്നൊരു മൂർത്തിയായി മാറുകയാണ്. കാണുന്നവർ അദ്ദേഹത്തെ ദേവിയായി തന്നെയാണ് വണങ്ങുന്നത്. പ്രകടനം ആരംഭിക്കുന്നത് ഗണപതി, ശിവൻ, സരസ്വതി തുടങ്ങിയ ദേവതകളെ വന്ദിച്ചുകൊണ്ടാണ്. പിന്നീട് സാക്ഷാൽ ശിവന്റെ സാന്നിധ്യമായി കരുതുന്ന വലിയ നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഭദ്രകാളി തന്റെ പിതാവിനോട് ദാരികനുമായുള്ള യുദ്ധത്തിന്റെ കഥ വിവരിക്കുന്നു. പാട്ടിലൂടെയും മുദ്രകളിലൂടെയും തീവ്രമായ നൃത്തച്ചുവടുകളിലൂടെയും ആ കഥ നമ്മുടെ കൺമുന്നിൽ പുനരാവതരിക്കുകയാണ്. ഇവിടെ വളരെ രസകരമായ ഒരു വിശ്വാസമുണ്ട്. പ്രകടനം നടക്കുമ്പോൾ ദേവി ഒരിക്കലും പൂർണ്ണമായി നിലവിളക്കിന് നേരെ മുഖം കൊടുക്കില്ല, അല്പം ചരിച്ചു പിടിക്കും. അതിന് കാരണം
ദാരികനുമായുള്ള യുദ്ധത്തിനിടയിൽ ദേവിയുടെ മുഖത്ത് വസൂരിക്കലകൾ വന്നു എന്നും തന്റെ പിതാവായ ശിവനത് കണ്ട് ദുഃഖിക്കാതിരിക്കാനാണ് ദേവി മുഖം തിരിക്കുന്നത് എന്നുമാണ് വിശ്വാസം. രോഗശാന്തി എന്ന ഈ അനുഷ്ഠാനത്തിന്റെ ലക്ഷ്യത്തെ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദാരികവധം എന്ന കഥയ്ക്കപ്പുറം ഈ അനുഷ്ഠാനം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ഉള്ളിലെ അസുരനെ എങ്ങനെയാണ് നമ്മൾ കീഴടക്കേണ്ടത്? അതാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ തീയാട്ടിന്റെ മറ്റൊരു രൂപമായ അയ്യപ്പൻ തീയാട്ടിനെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ഇത് അവതരിപ്പിക്കുന്നത് തീയാടി നമ്പ്യാർമാരാണ്. ഇതിൽ അയ്യപ്പന്റെ ജനനകഥയാണ് പ്രമേയം. വേഷവിധാനങ്ങൾ ഭദ്രകാളി തീയാട്ടിനെ അപേക്ഷിച്ച് വളരെ ലളിതമാണ്. എന്നാൽ ഭദ്രകാളി തീയാട്ട് ദാരികനുമായുള്ള ഘോരയുദ്ധമായതുകൊണ്ട് അതിലെ വേഷങ്ങൾ കൂടുതൽ ഉഗ്രവും ഭയാനകവുമാണ്. പ്രകടനത്തിന്റെ പാരമ്യത്തിൽ ദാരികവധം കഴിഞ്ഞ് രൗദ്രഭാവമടങ്ങാത്ത ദേവി ആ മനോഹരമായ കളം ചവിട്ടി മായ്ക്കുന്നു. മണിക്കൂറുകളെടുത്തു വരച്ച ആ രൂപം നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുന്നു. ഇത് വലിയൊരു തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാണുന്ന രൂപങ്ങളെല്ലാം ക്ഷണികമാണ്, നശ്വരമാണ്. എന്നാൽ അതിനെല്ലാം ആധാരമായ ദൈവിക ചൈതന്യം ശാശ്വതമാണ്, അനശ്വരമാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ ധാരികൻ? അവൻ പുരാണത്തിലെ ഒരു കഥാപാത്രം മാത്രമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഹങ്കാരം, അടക്കാനാവാത്ത കോപം, അറിവില്ലായ്മ, അനീതി, ഇങ്ങനെയുള്ള എല്ലാ തിന്മകളുടെയും പ്രതീകമാണ് ധാരികൻ. ആ ഉള്ളിലെ ധാരികനെ ജയിക്കാനുള്ള ശക്തി തരണേയെന്നാണ് ഭദ്രകാളിയോടുള്ള നമ്മുടെ പ്രാർത്ഥന. എന്നാൽ മറ്റേതൊരു പാരമ്പര്യ കലാരൂപത്തെയും പോലെ തീയാട്ടും ഇന്ന് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ കല പഠിക്കാനും അവതരിപ്പിക്കാനും ആളുകൾ കുറഞ്ഞു വരുന്നു. പക്ഷേ ശ്രീഭദ്ര കലാ സമാജം പോലുള്ള സംഘടനകളും പള്ളിപ്പുറത്ത് കാവ് പോലുള്ള ക്ഷേത്രങ്ങളും ഈ അനുഷ്ഠാനത്തെ സംരക്ഷിക്കാനും പുതിയ തലമുറയ്ക്ക് കൈമാറാനും നടത്തുന്ന ശ്രമങ്ങൾ വളരെ വലുതാണ്. ആ ജ്വാല അണയാതെ അവർ കാക്കുന്നു. സുഹൃത്തുക്കളെ, പുരാണത്തിലെ ദാരികനെ ദേവി നിഗ്രഹിച്ചു. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും കീഴടക്കേണ്ട അസുരന്മാർ ആരൊക്കെയാണ്? അത് ദേഷ്യമാവാം, ലഹരിയാവാം, സ്ത്രീകൾക്കെതിരെയുള്ള അനീതിയാവാം, രോഗങ്ങളെക്കുറിച്ചുള്ള ഭയമാവാം. ആ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടാനുള്ള ശക്തി നമുക്കേകണേ എന്ന് നമുക്ക് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കാം. ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. നമസ്കാരം.